ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 822 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് 18 അധ്യായം 13 തിരുവചനം. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. പാപം ചെയ്തു എന്ന് ബോധ്യമുള്ളവന്റെ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇത്. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെ കുറിച്ച് യേശുദമ്പുരാൻ പറഞ്ഞതായ ഉപമയിലെ പരീശൻ പ്രാർത്ഥിക്കുവാൻ താൻ യോഗ്യനാണ് എന്നുള്ളതിൻ്റെ വാദങ്ങളൊക്കെയും നിരത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇവരെ പോലെയൊന്നുമല്ല, ഞാൻ പാപം ചെയ്യുന്നവനല്ല, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവനാണ്, എനിക്ക് ലഭിക്കുന്നതിൽ നിന്നൊക്കെയും മറ്റുള്ളവർക്കായി ഞാൻ പകുത്തു നൽകുന്നവനാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ചുങ്കക്കാരന്റെ ചെറിയ പ്രാർത്ഥന അത് ഹൃദയത്തിൽ നിന്നും ഉണ്ടായതാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യന്റെ അറിവ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ പാപിയാണ് എന്നുള്ള അറിവ്, ദൈവം ദയവുള്ളവനാണ് എന്നുള്ള അറിവ്. പ്രിയമുള്ളവരെ, ഞാൻ പാപിയാണ് എന്നുള്ള ആ ബോധ്യം പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ യോഗ്യതയെ കുറയ്ക്കുകയല്ല, മറിച്ച് നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഈ വലിയ നോമ്പിൽ നമുക്കെല്ലാവർക്കും പാപബോധമുണ്ടാകട്ടെ. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, എന്നിൽ പാപബോധം ഉണ്ടാകുവാൻ, മനസ്സ് തുറന്ന് അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ എന്നെയും യോഗ്യനാക്കി തീർക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.